ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ എക്സാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനുവൽ എക്സാമിന് മുന്നോടിയായിട്ട് നമ്മുടെ EVS എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 12ാമത്തെ യൂണിറ്റ് ആയ നോ യുവർ ലാൻഡ്, നാടിനെ അറിയാം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും തമ്മിലുള്ള അവിടെ വന്നിരിക്കുന്ന ആ വ്യത്യാസങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിന് സംഭവിച്ചിട്ടുള്ള ആ ഒരു വികസനങ്ങൾക്കൊക്കെ കാരണം എന്തൊക്കെയാണ് എന്നൊക്കെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. നിങ്ങൾ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ എന്താണ്, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഓല മേഞ്ഞ് ചാണകം മെഴുകിയ വീടുകൾ നമുക്ക് ധാരാളമായിട്ട് പണ്ട് കാലത്ത് കാണാൻ പറ്റുമായിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചം മാത്രമുള്ള രാത്രികൾ. ഇപ്പോഴത്തെ പോലെ എന്താണ് നമ്മുടെ CFLO അങ്ങനെ അല്ലെങ്കിൽ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. നേരെ മറിച്ച് മണ്ണെണ്ണ വിളക്കിന്റെ ആ ഒരു രാത്രികളായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഉരലും ഉറിയും മൺചട്ടിയും മൺകലവും ഒക്കെയുള്ള അടുക്കള. ഇപ്പോഴത്തെ പോലെ ഗ്ലാസോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ ഒന്നുമില്ലായിരുന്നു. ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ ആയിരുന്നു പണ്ടത്തുള്ളത്. ഇനി അതുപോലെ തന്നെ റോഡുകളൊന്നും ആ ഒരു സമയത്ത് ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെ ആൾക്കാർ എങ്ങനെയായിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഇടവഴികളിലൂടെ തലച്ചുമടായിട്ടായിരുന്നു അവർ നടന്നു നീങ്ങിയത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പണ്ട് കാലത്ത് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് മാത്രമല്ല, കുറേ ചരിത്ര ശേഷിപ്പുകൾ നമുക്ക് എന്താണ് ഇപ്പൊ നിലവിലുണ്ട് അല്ലെ. അതായത് പണ്ട് കാലത്ത് നമ്മളിങ്ങനെ കൂടുതലായിട്ടും ഉപയോഗിച്ചത്, പക്ഷെ ഇപ്പോൾ നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്ത കുറേ ഐറ്റംസ് നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ കൂടുതലായിട്ടും നമുക്ക് ഈ പണ്ട് കാലത്തെ ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ മുതിർന്നവരോട് നമുക്ക് ചോദിച്ചാൽ മതി. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുത്തശ്ശനായിരിക്കും, പക്ഷെ നമ്മുടെ നാട്ടിലെ തന്നെ അത്യാവശ്യം നല്ല പ്രായമുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രായമുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവിധ അറിവുകളും നമുക്ക് കിട്ടും. അപ്പം നമുക്കറിയാം ഈ ചരിത്ര ശേഷിപ്പുകളൊക്കെ നമ്മൾ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഒരു മ്യൂസിയത്തിലേക്ക് പോവുകയാണെങ്കിൽ പണ്ടത്തെ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കുറേ ഐറ്റംസ് അടക്കം എന്താണ് ചിലപ്പോൾ നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിപ്പോൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ചരിത്ര ശേഷിപ്പുകൾ എന്നൊക്കെ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ചരിത്ര ശേഷിപ്പുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അത് സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്? അവ നമ്മുടെ ഭൂതകാലത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നുണ്ട്. അതായത് നമ്മുടെ പാസ്റ്റ് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഇങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ബോധം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്നുണ്ട്. വിനോദസഞ്ചാരത്തെ ആകർഷിക്കുന്നുണ്ട് അല്ലെ. ധാരാളം ആൾക്കാരെ ഫോറിൻ കൺട്രീസിൽ നിന്നടക്കം ധാരാളം ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ ചരിത്ര ശേഷിപ്പുകളൊക്കെ സൂക്ഷിക്കുന്ന മ്യൂസിയങ്ങളൊക്കെ പറയുന്നത്. മൂല്യവത്തായ വിദ്യാഭ്യാസ സ്രോതസ്സുകളായിട്ട് വർദ്ധിക്കുന്നു. അതിൻ്റെ കൂടെ ദേശീയ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? ചരിത്ര ശേഷിപ്പുകൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് സൂക്ഷിക്കേണ്ട ആവശ്യകത എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. എന്തൊക്കെയാണ്? പ്രിസർവിംഗ് ഹിസ്റ്റോറിക്കൽ റിമൈൻ ഈസ് ഇമ്പോർട്ടന്റ് ആസ് ദേ ഓഫർ എ ഗ്ലിംസ് ഇൻ ടു അവർ പാസ്റ്റ്, ഷോക്കേസ് കൾച്ചറൽ ഹെറിറ്റേജ്, അട്രാക്ട് ടൂറിസം, serve as valuable educational resources. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ റെപ്രസെന്റ് നാഷണൽ പ്രൈഡ് ആൻഡ് ഐഡന്റിറ്റി. ഇനി ഈ ചരിത്ര ശേഷിപ്പുകളൊക്കെ നമുക്കറിയാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓരോരോ തൊഴിൽ മേഖല എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തുള്ളതും ഇപ്പോഴത്തെ കാലത്തുള്ളതും തമ്മിൽ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ. പണ്ട് എങ്ങനെയായിരുന്നു? പരമ്പരാഗത രീതികളായിരുന്നു നമ്മൾ ഫോളോ ചെയ്തത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം കൃഷിയിലൊക്കെ ടിഷ്യൂ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ, സാധാരണ തൊഴിൽ, പണ്ടത്തെ തൊഴിൽ എങ്ങനെയായിരുന്നു? കൂടുതലായിട്ടും കൃഷിയും വ്യാപാരവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? വ്യാവസായിക സേവന പ്രവർത്തനങ്ങൾ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി പൊതുസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ പണ്ട് കാലത്തുണ്ടായിരുന്ന പൊതുസ്ഥാപനമാണ് ഗുരുകുലം, അതുപോലെ തന്നെ തപാൽ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, വായനശാല, അതിന്റെ കൂടെ തന്നെ നമ്മുടെ കളരിപ്പയറ്റ് കേന്ദ്രം, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ്, സർക്കാർ ഓഫീസുകൾ അവൈലബിൾ ആണ്, സ്കൂളുകൾ കുറേ നമ്മുടെ സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിക്കും. അംഗനവാടി ഉണ്ട്, കുടുംബ ആരോഗ്യ കേന്ദ്രം, പിന്നെ ക്ലബ്ബുകൾ, ബാങ്ക്, പോലീസ് ഓഫീസ്, അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ എന്താണ് നമുക്ക് കൂടുതലായിട്ടും ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഇനി ഉപകരണങ്ങൾ എടുക്കുകയാണെങ്കിൽ പണ്ട് അരിവാള്, കലപ്പ, തൂമ്പ, പാറ്റൽ, മൺവെട്ടി, മുറം ഇതൊക്കെയായിരുന്നു പണ്ട് കാലത്തുള്ളത്. പക്ഷെ ഇപ്പൊ എന്താണ്? യന്ത്രങ്ങൾ വന്നല്ലേ. നിലമുഴുതുന്ന യന്ത്രമുണ്ട്, വെള്ളം
വെള്ളം പീച്ചുന്ന യന്ത്രമുണ്ട്, സംയോജിത വിളവെടുപ്പ് യന്ത്രമുണ്ട് അല്ലെ. പണ്ട് കാലത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി, വയലിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് നെല്ലും ഒക്കെ സെറ്റാക്കുന്ന സമയത്ത് ഇപ്പൊ എന്താണ് അതിലൊക്കെ എന്താണ് യന്ത്രങ്ങൾ വന്നു. കൂടുതലായും യന്ത്രങ്ങളെ നമ്മളിപ്പോ എന്താണ് കൃഷിയിലും അതിലൊക്കെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഇനി ഗതാഗതമായിരുന്നെങ്കിൽ പണ്ട് കാലത്ത് കാളവണ്ടി, സൈക്കിള്, പിന്നെ നടക്കുന്നു, വള്ളം, കുതിരവണ്ടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് മോട്ടോർ സൈക്കിൾ വന്നു, പെട്രോളിന്റെയും ഡീസലിന്റെയും ഇന്ധനങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ധാരാളം വാഹനങ്ങൾ വന്നു. ഇത് കൂടാതെ കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കുറേ വാഹനങ്ങൾ വന്നു. അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് കൂട്ടുകാരൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല വികസനങ്ങൾക്കും കാരണം എന്താണ്, നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മള് വോട്ടെടുത്ത് നമ്മൾ ജയിപ്പിച്ച കുറച്ച് ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവരെ നമുക്ക് മെയിൻ ആയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടെന്ന് വെച്ചാൽ മക്കൾ 3 പേര് മെയിൻ ആയിട്ട് നിങ്ങൾ പറയണം. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്. ഇവരെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഭരണ തലവന്മാരുണ്ടാവും. അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ തലവനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ ചെയർമാന്, ഇനി കോർപ്പറേഷനിലെ മേയർ. ഇവരാണ് അവിടെയുള്ള ഭരണ തലവന്മാർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും കൂടി മക്കളൊന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇതാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ. ഇനി നമ്മളൊരു ജനറൽ ആയിട്ട് നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക. ഒരു പഞ്ചായത്തിന്റെ പ്രതിനിധിയെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? അല്ലെങ്കിൽ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് എ പഞ്ചായത്ത് എന്താണ് വിളിക്കുന്നത്? അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരു പഞ്ചായത്തിൽ നമ്മൾ വോട്ടെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ജനപ്രതിനിധിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ദ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് എ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. അവരെ എന്താ നമ്മൾ വിളിക്കുന്നത്? കൗൺസിലർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, കൗൺസിലർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് ഓർത്തിരിക്കാം. ഇനി ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. അറിയാവോ? നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ലേ ഗ്രാമസഭ. ഈ ഗ്രാമസഭേന്റെ ഒക്കെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പോകണമെന്ന് നമ്മൾ ഇവർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന് കാരണം എന്താണ്? കാരണം ഗ്രാമസഭ എന്ന് പറയുന്നത് ആ നാട്ടിലെ പല പല വികസനങ്ങൾക്കൊക്കെ മുന്നോടിയായിട്ട് അവർ ചർച്ച ചെയ്ത് കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു ചെറിയൊരു സംരംഭമാണ് നമ്മുടെ ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാമസഭയിൽ എന്തിനാണ് എല്ലാവരും കൃത്യമായി നിർബന്ധമായും പങ്കെടുക്കേണ്ടത് എന്തിനാന്ന് ചോദിച്ചാൽ മക്കൾ പറയണം, ഗ്രാമസഭയിലാണ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ പുതിയ പദ്ധതികൾ നിർദ്ദേശിക്കുന്നു. അപ്പം നമ്മൾ ഗ്രാമസഭയിൽ പങ്കെടുത്താൽ മാത്രമേ ശരിയായ തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ലഭിക്കത്തുള്ളൂ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി എന്താണ് ഗ്രാമസഭ എന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയണം? ഒരു നാടിന്റെ വികസന ആവശ്യങ്ങൾ എല്ലാം ചർച്ച ചെയ്ത് നിർദ്ദേശിക്കുന്നത് ആ നാട്ടിലെ ജനങ്ങൾ ഒത്തുചേർന്നിട്ടാണ്. അപ്പൊ ഈ ജനങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേരുന്ന ആ ഒരു സഭേനെയാണ് നമ്മൾ ഗ്രാമസഭ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ സ്കൂൾ എടുക്കാം. സ്കൂൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥാപനമാണ്. എന്തുകൊണ്ടാണ് വിദ്യാലയം എന്ന് പറയുന്ന ഒരു പൊതുസ്ഥാപനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അല്ലെങ്കിൽ വിദ്യാലയം അല്ലെങ്കിൽ സ്കൂൾ മാത്രമേ ഉള്ളൂ പൊതുസ്ഥാപനം എന്നൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് പൊതുസ്ഥാപനം അല്ലെങ്കിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. എ ഗവൺമെന്റ് ഓൺഡ് എന്റർപ്രൈസസ് ടു ഫുൾഫിൽ ദ നീഡ് ഓഫ് എ പീപ്പിൾ ഈസ് കോൾഡ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ജനങ്ങളുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊതുസ്ഥാപനം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ സ്കൂൾ എന്താണ്? ഒരു പൊതുസ്ഥാപനമാണ് അല്ലെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് സ്കൂൾ ഒരു പൊതുസ്ഥാപനമാവുന്നതെന്ന് ചോദിച്ചാൽ മക്കൾ പറയണം, സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പം ഓരോ ഗവൺമെന്റിന്റെ സ്കൂൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ എയ്ഡഡ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് മക്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ ഗവൺമെന്റോ അല്ലെങ്കിൽ അംഗീകൃത ഏജൻസിന്റെയോ ഒക്കെ ആ ഒരു അണ്ടറിലായിരിക്കും നമ്മുടെ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും സ്കൂൾ എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥാപനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൂടാതെ ഇവിടെ കാണുന്ന പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഇത് വായനശാല, അതുപോലെ ഇത് ബാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കട, ഇവയൊക്കെ എന്താണ്? ഒരു പൊതുസ്ഥാപനമാണ്. അപ്പൊ ഇത് കൂടാതെ എന്താണ്? നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പിന്നെയും കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ എന്താണ് ആ ഒരു ചെറിയൊരു കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ ക്ലബ്ബുകൾ, ഇതൊക്കെ എന്താണ് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്താണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്കിനി വീണ്ടും ഇതുപോലെ ഓരോരോ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.